ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സിബിഐക്ക് കനത്ത തിരിച്ചടി. കേസിൽ അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കുറ്റപത്രത്തിൽ ഇവർക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ സിബിഐക്കായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോസ് അവന്യൂ കോടതി നടപടി. കോടതി വിധിക്ക് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ അരവിന്ദ് കെജ്രിവാൾ. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. ഡൽഹി രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സുപ്രധാന കേസുകളിലൊന്നാണ് ഡൽഹി മദ്യനയ കേസ്. ഇപ്പോഴിതാ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ. താൻ ഒരു തെറ്റും ചെയ്യാതെ 6 മാസം ജയിലിൽ കിടന്നു. ഞാൻ കള്ളനാണെന്ന് വ്യാപകമായി പ്രചരിച്ചു. ഇപ്പോൾ സത്യം വിജയിച്ചുവെന്ന് പൊട്ടിക്കരഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. शराब घोटाला कर रही थी और हमारे ऊपर आरोप लगा रही थी. आज कोर्ट ने सारे आरोप खारिज कर दिए और जितने भी एक्यूज्ड थे सबको डिस्चार्ज कर दिया. हम हमेशा कहते थे सत्य की जीत होती है. हमें भारतीय न्याय प्रणाली पे भरोसा है. मैं जज साहब का बहुत बहुत शुक्रिया अदा करता हूं जिन्होंने हमारे साथ न्याय किया. सत्य की जीत हुई. मैं हमेशा कहता था कि भगवान हमारे साथ है. ഈ കേസിലെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. സത്യം വിജയിക്കുമെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമിത്ഷായും മോദിജിയും ചേർന്ന് ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് നടത്തിയത്. പാർട്ടിയിലെ 5 വലിയ നേതാക്കളെയാണ് ജയിലിലടച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് ജയിലിൽ കൊണ്ടുപോയി. കെജ്രിവാൾ ഒരിക്കലും അഴിമതിക്കാരനല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ സത്യസന്ധത മാത്രമേ പുലർത്തിയിട്ടുള്ളൂവെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. കേസിൽ റോസ് അവന്യൂ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കുറ്റപത്രത്തിൽ ഇവർക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ സിബിഐക്കായിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. റോസ് അവന്യൂ കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജി ജിതേന്ദ്ര സിംഗിന്റേതാണ് ഈ സുപ്രധാന വിധി. മാത്രമല്ല, കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 23 പേരെയും കോടതി കുറ്റവിമുക്തരാക്കി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജൂൺ 26-നാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് സിബിഐ. കേസിൽ 5.5 മാസക്കാലമാണ് കെജ്രിവാൾ ജയിൽവാസം അനുഭവിച്ചത്. പിന്നീട് മാർച്ച് 21-നായിരുന്നു ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അന്ന് ഇഡിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചത്. പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് 21 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് മെയ് 10-ന് സുപ്രീം കോടതി കെജ്രിവാളിന് 21 ദിവസം ജാമ്യം അനുവദിച്ചത്. അതേസമയം സിബിഐ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, കോടതി വിധി വിശദമായി പഠിച്ചുവരികയാണെന്നും എത്രയും വേഗം അപ്പീൽ കോടതി സമർപ്പിക്കുമെന്നും സിബിഐ ഏജൻസി അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിന് ശേഷമുള്ള ഈ വിധി ശരിക്കും പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു രാഷ്ട്രീയ കരുത്ത് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നൽകുന്നത്. അതിനാൽ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് നടന്നതെന്ന പാർട്ടിയുടെ വാദത്തിന് ഈ വിധി കൂടുതൽ അടിവരയും ഊന്നലും നൽകുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.